നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. പരസ്യപ്രചാരണം ചൊവ്വാഴ്ച അവസാനിക്കും. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDFന്റെ പരാതി. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലും മതം ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലും ബോർഡ് സ്ഥാപിച്ചുവെന്ന് ആരോപിച്ചാണ് പരാതി നൽകിയത്. സത്യം പറഞ്ഞതിന് തന്നെ കുരിശിൽ കയറ്റുകയാണെന്ന് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. ഇത്തവണ ഗുരുവായൂർ മണ്ഡലത്തിൽ രാഷ്ട്രീയ വിപ്ലവം ഉണ്ടാകുമെന്നും പ്രതികരണം. ഗുരുവായൂർ മതേതര മണ്ണാണെന്നും ഒരു വർഗീയ പരാമർശവും വിലപ്പോകില്ലെന്നും UDF സ്ഥാനാർത്ഥി CH റഷീദ്. ചാലക്കുടിയുടെ വികസന തുടർച്ചയ്ക്ക് ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ്. വികസന മുരടിപ്പിന് വോട്ടർമാർ മറുപടി പറയുമെന്ന് LDF സ്ഥാനാർത്ഥി ബിജു S. ചിറയത്ത്. ശക്തി തെളിയിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി ചാർലി പോൾ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. അന്തേവാസി കൊല ചെയ്യപ്പെട്ട കൊടുങ്ങല്ലൂരിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിനെതിരെ നടപടിയുമായി നഗരസഭ. സ്കൂൾ അടച്ചുപൂട്ടാൻ നഗരസഭ നോട്ടീസ് നൽകി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക്. പരസ്യപ്രചരണം ചൊവ്വാഴ്ച അവസാനിക്കും. താരപ്രചാരകരെ കഴിയുന്നത്ര എല്ലാ മണ്ഡലങ്ങളിലും എത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി ശനിയാഴ്ച വീണ്ടും കേരളത്തിലെത്തും. പാലായിലും തിരുവനന്തപുരത്തും മോദി പ്രചാരണം നടത്തും. UDFനായി രാഹുൽ ഗാന്ധി ശനിയാഴ്ച വീണ്ടും സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. മാളയിലെ UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ പ്രചരണാർത്ഥം ശനിയാഴ്ച വൈകിട്ട് 3-ന് സെന്റ് ആന്റണി സ്കൂൾ മൈതാനത്ത് രാഹുൽ ഗാന്ധി സംസാരിക്കും. ഭരണം നിലനിർത്താൻ ലക്ഷ്യമിട്ട് ഇടതുമുന്നണി തീവ്ര പ്രചാരണത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് LDFന്റെ പ്രചാരണം നയിക്കുന്നത്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും പിണറായി വിജയൻ എത്തിയിരുന്നു. UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായിരുന്നു. പ്രിയങ്ക ഗാന്ധിയും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പ്രചാരണത്തിനെത്തി. 10 വർഷത്തിനു ശേഷം അധികാരം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണ് UDF. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ച ആവേശത്തിൽ നിയമസഭയിലേക്ക് മികച്ച വിജയം ഉറപ്പിക്കാനാണ് BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ ശ്രമം. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലും മതം ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലും ബോർഡ് സ്ഥാപിച്ചുവെന്ന് ആരോപിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ C. സുമേഷ് പരാതി നൽകിയത്. വർഗീയ വിദ്വേഷം വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ചതിന് ഗോപാലകൃഷ്ണനെതിരെ മുമ്പും LDF പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത്തവണ ഗുരുവായൂർ മണ്ഡലത്തിൽ രാഷ്ട്രീയ വിപ്ലവം ഉണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സത്യം പറഞ്ഞതിന് യേശുക്രിസ്തുവിനെ കുരിശിൽ കയറ്റിയതുപോലെ ഈ മണ്ഡലത്തിലെ സത്യം വിളിച്ചു പറഞ്ഞതിന് തന്നെ കുരിശിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഇവിടുത്തെ മുന്നണികളെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിൽ വികസനം മുരടിപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഗുരുവായൂർ ക്ഷേത്രം, പാലയൂർ പള്ളി, ചാവക്കാട് ബീച്ച് എന്നിവയെ ഉൾപ്പെടുത്തി ഒരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഹബ്ബ് നാളിതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുത്താൽ ഗുരുവായൂരപ്പന്റെ നാമധേയത്തിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണെന്ന് UDF സ്ഥാനാർത്ഥി CH റഷീദ് പറഞ്ഞു. ഗുരുവായൂർ മതേതര മണ്ണാണെന്നും ഒരു വർഗീയ പരാമർശവും ഗുരുവായൂരിൽ വിലപ്പോകില്ലെന്നും അത്തരക്കാർ ഒറ്റപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 20 വർഷക്കാലം ഗുരുവായൂരിൽ വികസന മുരടിപ്പാണ് ഉണ്ടായത്. അതിന് ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കരുനീക്കങ്ങളാൽ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് ചാലക്കുടി. മുന്നണികളുടെ സംസ്ഥാന നേതൃത്വം ശ്രദ്ധ പതിപ്പിക്കുന്ന മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. മുന്നണികളുടെ സംസ്ഥാന നേതൃത്വം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ചാലക്കുടിയിൽ പോരാട്ടച്ചൂട് ഉച്ചസ്ഥായിയിലാണ്. അതിരപ്പള്ളിയും വാഴച്ചാലും അതിരിടുന്ന എറണാകുളം ജില്ലയോട് തൊട്ടുകിടക്കുന്ന ചാലക്കുടി ഇരു മുന്നണികളോടും ചേർന്നു നിന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് തൃശൂർ ജില്ലയിൽ വിജയിക്കാൻ കഴിഞ്ഞ ഏക നിയമസഭാ മണ്ഡലമാണ് ചാലക്കുടി. 1057 വോട്ടിനാണ് സനീഷ് കുമാർ ജോസഫ് LDFലെ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി ഡെന്നീസ് K. ആന്റണിയെ തോൽപ്പിച്ചത്. 5 വർഷക്കാലം മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് വികസനത്തിന്റെ പുതിയ വഴികളിലൂടെ ചാലക്കുടിയെ കൈപിടിച്ചു നടത്താൻ കഴിഞ്ഞെന്ന് സനീഷ് കുമാർ ജോസഫ് പറയുന്നു. സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ശക്തമായ ജനവികാരം മണ്ഡലത്തിന്റെ എല്ലാ മേഖലയിലും പ്രകടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ പോസിറ്റീവ് റെസ്പോൺസാണ്.
UDF അനുകൂലമായൊരു തരംഗം കേരളത്തിലുണ്ട്, ചാലക്കുടിയിലുണ്ട്. ചാലക്കുടി നഗരസഭയിൽ കോൺഗ്രസ് കൗൺസിലറായിരുന്ന ബിജു എസ് ചെറിയത്ത് പാർട്ടിയിൽ നിന്നുള്ള അവഗണന ആരോപിച്ചാണ് രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് ഇടത് സ്ഥാനാർത്ഥിയായത്. കഴിഞ്ഞ 5 വർഷത്തെ വികസന മുരടിപ്പിന് ജനങ്ങൾ വോട്ടിംഗ് യന്ത്രത്തിൽ മറുപടി നൽകുമെന്നാണ് ബിജു എസ് ചെറിയത്തിന്റെ പക്ഷം. സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ നേട്ടങ്ങളുടെ തുടർച്ചയ്ക്ക് ചാലക്കുടി ഒപ്പം നിൽക്കുമെന്നും പ്രതീക്ഷ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വന്നാൽ വീണ്ടും ചാലക്കുടിയിലേക്ക് വികസനം കടന്നു വരുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് അവരൊക്കെ നിൽക്കുന്നത്. ആ ഒരു ആവേശം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. NDAയിൽ 2020 നൽകിയ സീറ്റിൽ ചാർലി പോൾ മണ്ഡലത്തിൽ പരമാവധി വോട്ട് സമാഹരിക്കാനുള്ള ഓട്ടത്തിലാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥിയായിരുന്നു ചാർലി പോൾ. വളരെ അനുകൂലമായ പ്രതികരണമാണ്. കാരണം ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. 70 വർഷക്കാലമായി മാറി മാറി ഭരിച്ചവർ ഇവിടെ ഫലപ്രദമായി ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി നഗരസഭ 2 തവണയായി UDFന്റെ കയ്യിലാണ്. കോടശ്ശേരി പഞ്ചായത്തും UDF ഭരിക്കുന്നു. പരിയാരവും മേലൂരും അതിരപ്പള്ളിയും 2 തവണയായി ഇടതു ചേർന്ന് നിൽക്കുകയാണ്. എന്നാൽ കൊരട്ടിയും കാടുകുറ്റിയും UDF പിടിച്ചെടുത്തു. ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം നിന്ന കൊടകരയിലും സ്വതന്ത്രനെ പ്രസിഡന്റാക്കി UDF ഭരിക്കുകയാണ്. ചാലക്കുടി പാലത്തിന് പഴയ ഉറപ്പില്ലെന്നാണ് വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ ചാലക്കുടിക്കാർ ചിലതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KP ലിബീഷ്, TCV. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയ്ക്കായി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ വ്യാകുലമാതാ ബസിലിക്കയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനായി. തൃശൂർ സ്വരാജ് റൌണ്ടിൽ നടന്ന കുരിശിന്റെ വഴിയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ പരിഹാരപാതയിൽ പങ്കെടുത്ത ക്രൈസ്തവ വിശ്വാസികൾക്കായി സൌഹാർദ്ദത്തിന്റെ തെളിനീര് നൽകി ചേരമാൻ ജുമാ മസ്ജിദ്. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി ചേരമാൻ പള്ളി പരിസരത്തെത്തിയപ്പോൾ മഹല്ല് ചീഫ് ഇമാം ഡോക്ടർ സലീം നദവി, മഹല്ല് പ്രസിഡന്റ് NA റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ വിശ്വാസികളെ സ്വീകരിച്ചു. പരിഹാരപാതയിൽ പങ്കെടുത്തവർക്കെല്ലാം മഹല്ല് കമ്മിറ്റി കുപ്പിവെള്ളം വിതരണം ചെയ്തു. പാവർട്ടി തീർത്ഥകേന്ദ്രത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ദേവാലയത്തിനു ചുറ്റുമായി നടന്ന നഗരി കാണിക്കൽ ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ റെന്നി മുണ്ടൻകുര്യൻ പരിഹാര പ്രദക്ഷിണത്തിന് ശേഷം പീഠാനുഭവ സന്ദേശം നൽകി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. ദുഃഖവെള്ളി ദിനത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ച് പുറത്തിറക്കി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ചേർന്നാണ് പാടിയിരിക്കുന്നത്. ദൈവപുത്രന്റെ യാഗം എന്ന പേരിൽ എത്തിയിരിക്കുന്ന ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് ജേക്സ് ബിജോയും മനീഷ് ഷാജിയുമാണ്. ഫാദർ ജോയൽ പണ്ടാരപ്പറമ്പിലാണ് രചന നിർവഹിച്ചത്. അഖിൽ ജെ ചന്ദ, മിലൻ, അമൽ, സൂര്യശ്യാം ഗോപാൽ, ആവണി മൽഹാർ, സോണി മോഹൻ, അജ്മൽ ഫാത്തിമ പർവീൺ എന്നിവർ കോറസ് പാടിയിരിക്കുന്നു. ലോകത്തിന്റെ നോവുകൾ നീങ്ങാനും സ്നേഹവും സമാധാനവും പുലരാനുമുള്ള പ്രാർത്ഥന നിങ്ങളിലേക്കും പകരട്ടെ എന്ന് ഗാനം പങ്കുവച്ചുകൊണ്ട് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു.
അന്തേവാസി കൊല ചെയ്യപ്പെട്ട കൊടുങ്ങല്ലൂരിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിനെതിരെ നടപടിയുമായി നഗരസഭ. സ്കൂൾ അടച്ചുപൂട്ടാൻ നഗരസഭ നോട്ടീസ് നൽകി. നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിന് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അനുമതിയില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പറഞ്ഞു. പറവൂർ സ്വദേശി ചീണ്ടേൽ ബേബിയും സുഷമയും ചേർന്നാണ് സ്പെഷ്യൽ സ്കൂൾ നടത്തിയിരുന്നത്. സ്ഥാപനത്തിൽ നിന്നും പലപ്പോഴും അന്തേവാസികളുടെ കരച്ചിൽ കേൾക്കുന്നതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചിരുന്നെങ്കിലും നടപടികൾ ഉണ്ടായിരുന്നില്ല. വടക്കേനടയിൽ SBI റോഡിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിലെ അന്തേവാസി പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്ര ചെല്ലിപ്പറമ്പിൽ പ്രഭാകരന്റെ മകൻ ശ്രീനാഥിനെയാണ് ഏപ്രിൽ 1 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയില്ലെന്നായിരുന്നു പോലീസിന്റെ പക്ഷം. എന്നാൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ TS ഹിതേഷ് ശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ശ്രീനാഥിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. വാരിയെല്ലുകൾ ഒടിഞ്ഞ നിലയിലായിരുന്നു. കൈകളിലും കാലുകളിലും മർദ്ദനമേറ്റ പാടുകളും കണ്ടെത്തിയിരുന്നു. മർദ്ദനത്തിനുപയോഗിച്ച ആയുധം കണ്ടെത്താൻ ഫോറൻസിക് സർജൻ നിർദ്ദേശം നൽകിയിരുന്നു. പോലീസ് സ്ഥാപനത്തിൽ നടത്തിയ തിരച്ചിലിൽ പ്ലാസ്റ്റിക് കേബിൾ കൊണ്ടുള്ള ആയുധം കണ്ടെത്തി. തുടർന്നാണ് കെയർടേക്കറായ തിരുവനന്തപുരം വെട്ടുതുറ പുതുവേൽ പുത്തൻ വീട്ടിൽ മഹേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബോബിയും കുടുംബവും താമസിക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ നിലയിലായിരുന്നു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. ബോബിയുടെ ഒരു മകനും ഭിന്നശേഷിക്കാരനാണ്. ശ്രീനാഥ് അടക്കമുള്ള 8 കുട്ടികളാണ് അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൽ ഉണ്ടായിരുന്നത്. സംഭവം നടന്ന ശേഷം 2 കുട്ടികൾ ഒഴികെയുള്ളവരെ വീട്ടുകാരെത്തി കൊണ്ടുപോവുകയും ചെയ്തു. 3 മാസം മുൻപും സ്ഥാപനത്തിൽ ഒരു അന്തേവാസി മരണപ്പെട്ടിരുന്നു. TCV കൊടുങ്ങല്ലൂർ. 6ാം ക്ലാസ് മുതൽ 3 ഭാഷകളുടെ പഠനം നിർബന്ധമാക്കി CBSE. 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ 3 ഭാഷ ഉണ്ടാകും. 9, 10 ക്ലാസുകളിൽ കലാകായിക വിദ്യാഭ്യാസം, വൊക്കേഷണൽ വിദ്യാഭ്യാസം എന്നിവ നിർബന്ധമാണ്. ഈ അധ്യയന വർഷം മുതൽ മാറ്റങ്ങൾ നടപ്പിലാക്കും. തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയറും മുൻ CPI നേതാവുമായിരുന്ന ബീന മുരളിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. ബീന മുരളി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിട്ട് സ്വതന്ത്രയായി മത്സരിച്ചിരുന്നു. വ്യക്തിപരമായി നല്ല ബന്ധമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പത്മജ പറഞ്ഞു. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരു വണ്ടിയിൽ കെട്ടാവുന്ന കാളകളാണെന്ന് മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ. കയ്പമംഗലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TM നാസറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എറിയാട് 2ാം വാർഡിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM ഹസൻ. കേന്ദ്രത്തിലും കേരളത്തിലും ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നതെന്നും MM ഹസൻ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KK കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി, DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കയ്പമംഗലത്ത് പോലീസ് ഡ്രോൺ ക്യാമറ നിരീക്ഷണം നടത്തി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് നിരീക്ഷണം നടത്തിയത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഡ്രോൺ ക്യാമറ നിരീക്ഷണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം SHO KT ബിജിത്ത്, SI പത്മരാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ യുവനേതാക്കളുടെ തീപ്പാറും പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക്. ജനകീയ മുഖമുള്ള സ്ഥാനാർത്ഥികളെയാണ് LDF, UDF, NDA മുന്നണികൾ മണ്ഡലത്തിൽ ഇറക്കിയിരിക്കുന്നത്. നിലവിലെ MLA സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് LDF സ്ഥാനാർത്ഥി. DYFI ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ച സേവ്യർ ചിറ്റിലപ്പള്ളി 1995-ൽ അകമലയെ പ്രതിനിധീകരിച്ച് വടക്കാഞ്ചേരി പഞ്ചായത്ത് അംഗമായി. 2000-ൽ കുമരനെല്ലൂർ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റായി. 32ാം വയസ്സിൽ CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടതു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് സേവ്യർ ചിറ്റിലപ്പള്ളി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ വടക്കാഞ്ചേരിയിൽ LDFന് തുടർച്ചയുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നേതൃത്വം. അതേസമയം കോൺഗ്രസിന്റെ യുവമുഖം PN വൈശാഖാണ് UDF സ്ഥാനാർത്ഥി. സിവിൽ എഞ്ചിനീയറായ PN വൈശാഖ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറായി തുടർച്ചയായി 2ാം വട്ടം തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറുമാണ്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചു. ജനകീയ മുഖമുള്ള യുവ സ്ഥാനാർത്ഥിയിലൂടെ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. BJP സംസ്ഥാന സമിതി അംഗമായ ഉല്ലാസ് ബാബുവാണ് NDA സ്ഥാനാർത്ഥി. ഏറെ സുപരിചിതനായ സ്ഥാനാർത്ഥി മത്സരരംഗത്തെത്തിയതോടെ NDA ക്യാമ്പുകളിലും ആവേശമിരട്ടിയാണ്. 2016-ലും 2021-ലും നിയമസഭയിലേക്ക് വടക്കാഞ്ചേരിയിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ചിരുന്നു. 2020-ലും 2025-ലും ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലെ വോട്ടർമാർ ആരെ തിരഞ്ഞെടുക്കുമെന്ന് കാത്തിരുന്നു കാണാം. TCV ന്യൂസ്, വടക്കാഞ്ചേരി.
കേരളത്തിൽ ഇടതുമുന്നണി ജനങ്ങളുമായാണ് ഡീലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ വിജു കൃഷ്ണൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് LDF സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബിജെപിയിലേക്ക് പോയ 200-ലധികം കോൺഗ്രസ് നേതാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ ആർക്കാണ് ബിജെപിയുമായി ഡീലെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. PC രഘു അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P മണി, LDF സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദു, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് TK വർഗീസ്, JDS മണ്ഡലം പ്രസിഡന്റ് രാജു പാലത്തിങ്കൽ, NCP മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് മണപ്പെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന് പന്നിത്തടത്തെ INTUC തൊഴിലാളികൾ സ്വീകരണം നൽകി. യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി VK രഘുസ്വാമി, KB ഷൈജൻ, അക്ബർ അലി, സോയ ജോസഫ്, ഗഫൂർ കടങ്ങോട്, OS വാസുദേവൻ, MP സിജോ, സലാം വലിയകത്ത്, K ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. പരപ്പൂർ സെന്റ് ജോൺ നെമ്പൂസിയൻ ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിൽ മാങ്ങൻ സഹകാർമ്മികനായിരുന്നു. ഫാദർ ജിബിൻ താഴേക്കാടൻ പീഠാനുഭവ സന്ദേശം നൽകി. തുടർന്ന് ഇടവകാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഉൾക്കാഴ്ച എന്ന നാടകാവിഷ്കാരം അരങ്ങേറി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ എന്നിവർ കാർമ്മികരായി. പീഠാനുഭവത്തിന്റെ സ്മരണ ഉണർത്തിക്കൊണ്ട് നടത്തിയ പാപപരിഹാര പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കൈക്കാരന്മാരായ KA രാജു, MK ജോഷി, ജോയ് ആന്റണി, KA ബേബി എന്നിവർ നേതൃത്വം നൽകി. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ടനായ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ട്രസ്റ്റിമാരായ സൈമൺ വടക്കൂട്ട്, വിൽസൺ കാഞ്ഞിരത്തിങ്കൽ, ആൽബിൻ ആൻഡോ എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. പാറപ്പുറം സെന്റ് മേരീസ് കപ്പേളയിൽ നിന്ന് പള്ളിയിലേക്ക് പരിഹാര പ്രദക്ഷിണം നടത്തി. ഫാദർ ജിജോ മാളിയേക്കൽ ദുഃഖവെള്ളി സന്ദേശം നൽകി. വികാരി ഫാദർ സന്തോഷ് അന്തിക്കാട്ട്, കൈക്കാരന്മാരായ ബോബൻ കൈതക്കോടൻ, ബിൻഡോ ചൊവ്വല്ലൂർ, സിജോ കൈതക്കോടൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ചിറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. പരിഹാര പ്രദക്ഷിണം, പീഠാനുഭവ ദൃശ്യാവിഷ്കാരം എന്നിവ നടന്നു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോയ് ചിറ്റിലപ്പിള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ആളൂർ വർഗീസ് ബാബു, മുരിങ്ങാത്തേരി ലാസർ സണ്ണി, മുരിങ്ങാത്തേരി ലാസർ ലിയോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ തോമസ് ചൂണ്ടൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡീക്കൻ പ്രിൻസ് ആറുകാക്കൽ സഹകാർമ്മികനായിരുന്നു. ഇടവക ദേവാലയത്തിൽ നിന്നും കോഞ്ചിറ തീർത്ഥകേന്ദ്രം വഴി നടന്ന പരിഹാര പ്രദക്ഷിണത്തിൽ മരക്കുരിശുകളുമായി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ വിജു കോലൻകണ്ണി പീഠാനുഭവ സന്ദേശം നൽകി.
മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോജോ എടത്തുരുത്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് മദർ സിസ്റ്റർ സെലസ്റ്റി, ബ്രദർ ജിസ്മോൻ പുത്തൂർ, ട്രസ്റ്റിമാരായ A.T. ചാൾസ്, A. എനിക്സൺ, രാജൻ ജോസഫ്, ജോൺ കല്ലിയേൽ, E.G. ജോജു, P.F. തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി നടന്ന പാപപരിഹാര പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ സംബന്ധിച്ചു. ക്രിസ്തുദേവന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദൃശ്യാവിഷ്കാരത്തോടുകൂടിയാണ് പ്രദക്ഷിണം നടന്നത്. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡേസൺ കവലക്കാട്ട്, സഹവികാരിമാരായ ഫാദർ ടോം പുള്ളോലിൻ, ഫാദർ ജിതിൻ പുന്നശ്ശേരി, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൌലോസ് ഗോപുരം, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ കാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിയും പീഠാനുഭവ വായനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. ഡീക്കൻ അനിൽ ചാലയ്ക്കൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പരിഹാര പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കൈക്കാരന്മാരായ ജോസഫ് പാലയൂർ, ഡെന്നി ഡേവിഡ്, C.A. മാഗി എന്നിവർ നേതൃത്വം നൽകി. പാലയൂർ സെന്റ് തോമസ് തീർത്ഥകേന്ദ്രത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം വചന സന്ദേശം നൽകി. ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ സഹകാർമ്മികത്വം വഹിച്ചു. ചാവക്കാട് നഗരത്തിലേക്ക് നടന്ന വിലാപയാത്രയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ അൻവിൻ ചുറ്റിലപ്പിള്ളി പീഠാനുഭവ സന്ദേശം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികനായി. ഗുരുവായൂർ നഗരം ചുറ്റി നടന്ന പരിഹാര പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ ജോസ് ചിറപ്പണത്ത് സന്ദേശം നൽകി. സിസ്റ്റർ റോസ മരിയ, കൈക്കാരന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജിൻഡോ പെരപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നഗരി കാണിക്കൽ പാപപരിഹാര പ്രദക്ഷിണത്തിന് ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിൽ നേതൃത്വം നൽകി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിലെ പാപപരിഹാര പ്രദക്ഷിണത്തിന് വികാരി ഫാദർ ജോബു വടക്കൻ, സഹവികാരി ഫാദർ ടോൾമീൻ മൊറോലി എന്നിവർ നേതൃത്വം നൽകി. ചാഴൂർ സെന്റ് മേരീസ് ദേവാലയത്തിലെ ദുഃഖവെള്ളി ആചരണത്തിനും നഗരി കാണിക്കൽ പ്രദക്ഷിണത്തിനും ഫാദർ സിജോ കാട്ടൂക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. പരസ്യപ്രചരണം ചൊവ്വാഴ്ച അവസാനിക്കും. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDFന്റെ പരാതി. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലും മതം ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലും ബോർഡ് സ്ഥാപിച്ചുവെന്നാരോപിച്ചാണ് പരാതി നൽകിയത്. സത്യം പറഞ്ഞതിന് തന്നെ കുരിശിൽ കയറ്റുകയാണെന്ന് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. ഇത്തവണ ഗുരുവായൂർ മണ്ഡലത്തിൽ രാഷ്ട്രീയ വിപ്ലവമുണ്ടാകുമെന്നും പ്രതികരണം. ഗുരുവായൂർ മതേതര മണ്ണാണെന്നും ഒരു വർഗീയ പരാമർശവും വിലപ്പോകില്ലെന്നും UDF സ്ഥാനാർത്ഥി CH റഷീദ്.
ചാലക്കുടിയുടെ വികസന തുടർച്ചയ്ക്ക് ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫ്. വികസന മുരടിപ്പിന് വോട്ടർമാർ മറുപടി പറയുമെന്ന് LDF സ്ഥാനാർത്ഥി ബിജു എസ് ചിറയത്ത്. ശക്തി തെളിയിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി ചാർലി പോൾ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയുണ്ട്. അന്തേവാസി കൊല ചെയ്യപ്പെട്ട കൊടുങ്ങല്ലൂരിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിനെതിരെ നടപടിയുമായി നഗരസഭ. സ്കൂൾ അടച്ചുപൂട്ടാൻ നഗരസഭ നോട്ടീസ് നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. Pause for a moment. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ.